വെൽക്കം ടു ലേൺ വിത്ത് ബി എഡ് ബഡീസ്. ഇന്ന് ബി എഡിൻ്റെ ജനറൽ പേപ്പറായിട്ടുള്ള EDU-01 നോളജ് ആൻഡ് കരിക്കുലം ഫിലോസഫിക്കൽ ആൻഡ് സോഷ്യോളജിക്കൽ പേഴ്സ്പെക്റ്റീവ് എന്ന് പറയുന്ന പേപ്പറിലെ യൂണിറ്റ് 1 ആയിട്ടുള്ള ടീച്ചർ ആൻഡ് എഡ്യൂക്കേഷനിലെ മീനിങ് ആൻഡ് കോൺസെപ്റ്റ് ഓഫ് എഡ്യൂക്കേഷൻ, ജനറൽ എയിംസ് ഓഫ് എഡ്യൂക്കേഷൻ, ഡെഫിനിഷൻസ് ഓഫ് എഡ്യൂക്കേഷൻ, ഈ 3 പ്രധാന ടോപ്പിക്കുകളാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ആ ടോപ്പിക്സിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസ് ലഭ്യമാകുന്നതിനായി ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. ഇനി നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. ഇവിടെ പ്രധാനമായിട്ടും പറയുന്നത് 3 ടോപ്പിക്സാണ്. മീനിങ് ആൻഡ് കോൺസെപ്റ്റ് ഓഫ് എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസത്തിൻ്റെ അർത്ഥവും ആശയവും എന്താണ് എന്നതാണ് ആദ്യം പറയുന്നത്. അതിനുശേഷം ജനറൽ എയിംസ് എന്തൊക്കെയാണ് എഡ്യൂക്കേഷൻ്റെ, പിന്നീട് പ്രധാനപ്പെട്ട ഡെഫിനിഷൻസ് എന്തൊക്കെയാണ് എഡ്യൂക്കേഷൻ്റെ, ഇവ 3 നോക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് മീനിങ് ആൻഡ് കോൺസെപ്റ്റ് ഓഫ് എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസത്തിൻ്റെ അർത്ഥവും ആശയവും എന്താണെന്ന് നമുക്ക് നോക്കാം. The word education is derived from the Latin roots that highlight 2 distinct perspectives. എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന വാക്ക് ഉത്ഭവിച്ചത് ലാറ്റിൻ വാക്കുകളിൽ നിന്നാണ്. ഇത് പ്രധാനമായിട്ടും 2 ആശയങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ഇനി ഈ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന വേർഡ് ഉണ്ടായിരിക്കുന്ന ആ ലാറ്റിൻ വേർഡുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിലെ ഒന്നാമത്തെ വേർഡ് എന്ന് പറയുന്നത് എഡ്യൂക്കെയർ. എഡ്യൂക്കെയർ എന്ന് വെച്ചാൽ എന്താ? ടു ബ്രിങ് അപ്പ്, നറിഷ് ഓർ റൈസ്, വളർത്തുക, പരിപോഷിക്കുക എന്നൊക്കെ അർത്ഥം വരുന്ന എഡ്യൂക്കെയർ എന്നുള്ള വേർഡാണ് ആദ്യത്തെ വേർഡ്. ദിസ് ഇംപ്ലൈസ് ദ എക്സ്റ്റേണൽ പ്രോസസ് ഓഫ് ഷേപ്പിംഗ് എ ചൈൽഡ് ത്രൂ ട്രെയിനിങ് ആൻഡ് ഇൻസ്ട്രക്ഷൻ. ഈ എഡ്യൂക്കെയർ എന്ന് പറയുന്ന വേർഡ് അല്ലെങ്കിൽ ഈ ഒരു ടു ബ്രിങ് അപ്പ്, നറിഷ് ഓർ റൈസ് എന്ന് പറയുന്ന ഈ വേർഡ്സ് ഒക്കെ എന്താണ് അർത്ഥമാക്കുന്നത്? ഒരു കുട്ടിയെ പുറത്തു നിന്നുള്ള പരിശീലനത്തിലൂടെ രൂപപ്പെടുത്തുന്ന ഒരു പ്രക്രിയ, ആ ഒരു പ്രോസസ്സിനെയാണ് എഡ്യൂക്കെയർ എന്നിവിടെ പറയുന്നത്. അപ്പോൾ എന്താണ് എഡ്യൂക്കെയർ എന്ന് പറഞ്ഞാൽ? വളർത്തുക, പരിപോഷിക്കുക എന്നൊക്കെ അർത്ഥം വരുന്നതാണ്. കുട്ടിയെ എന്താണ് പുറത്തു നിന്നുള്ള പരിശീലനത്തിലൂടെ രൂപപ്പെടുത്തിയെടുക്കുന്ന ഒരു പ്രക്രിയയാണ് എഡ്യൂക്കെയർ എന്ന് പറയുന്നത്. ടു ബ്രിങ് അപ്പ്, നറിഷ് ഓർ റേസ്. അടുത്ത വേർഡാണ് എഡ്യൂസിയർ. എഡ്യൂസിയർ എന്ന് വെച്ചാൽ ടു ബ്രിങ് ഔട്ട്, ലെഡ് ഔട്ട് ഓർ ഡ്രോ ഫോർത്ത്, അതായത് പുറത്തു കൊണ്ടുവരിക, നയിക്കുക എന്നൊക്കെയാണ് ഈ വേർഡ്സ് അർത്ഥമാക്കുന്നത്. ദിസ് സജസ്റ്റ് the internal process of developing the latent potential already present within the individual. ഒരു കുട്ടിയുടെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന കഴിവുകളെയും ആ ഒരു എബിലിറ്റീസിനെയും സാധ്യതകളെയും ഒക്കെ പുറത്ത് കൊണ്ടുവരിക എന്നുള്ള ഒരു പ്രക്രിയയാണ് എഡ്യൂസിയർ, അല്ലെങ്കിൽ എന്താണ് ടു ബ്രിങ് ഔട്ട്, ടു ലെഡ് ഔട്ട് എന്നൊക്കെ പറയുന്ന ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ ഉള്ളിൽ തന്നെ ഹിഡൻ ആയിട്ടുള്ള കഴിവുകൾ അവനിൽ ഉണ്ടായിരിക്കും. പക്ഷേ എന്താണ്, അത് പുറത്ത് കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ പുറത്ത് കൊണ്ടുവരുന്ന ഒരു പ്രക്രിയയാണ് എഡ്യൂസിയർ എന്ന് പറയുന്ന ഒരു വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത വേർഡാണ് എഡ്യൂക്കാറ്റം. ടു ട്രെയിൻ ഓർ ആക്ട് ഓഫ് ടീച്ചിങ്, പഠിപ്പിക്കുക അല്ലെങ്കിൽ പരിശീലിപ്പിക്കുക എന്നുള്ള അർത്ഥമാണ് ഈ എഡ്യൂക്കാറ്റം എന്ന് പറയുന്ന വേർഡിനുള്ളത്. അപ്പോൾ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന വേർഡ് ഈ 3 ലാറ്റിൻ വേർഡുകളിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത്. ഒന്നാമത്തെ വേർഡ് ഏതാണ്? എഡ്യൂക്കെയർ. എഡ്യൂക്കെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? വളർത്തുക അല്ലെങ്കിൽ പരിപോഷിപ്പിക്കുക. ടു ബ്രിങ് അപ്പ്, നറിഷ് ഓർ റേസ് എന്നൊക്കെ അർത്ഥം വരുന്ന കുട്ടിയെ എന്താണ് പുറത്തു നിന്നുള്ള ഒരു പരിശീലനത്തിലൂടെ രൂപപ്പെടുത്തിയെടുക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് എഡ്യൂക്കെയർ എന്ന് പറയുന്നത്. അടുത്ത വേർഡ് എന്തായിരുന്നു? എഡ്യൂസിയർ. ടു ബ്രിങ് ഔട്ട്, ലെഡ് ഔട്ട് ഓർ ഡ്രോ ഫോർത്ത്, അല്ലേ? എന്താണ്? പുറത്തു കൊണ്ടുവരിക, നയിക്കുക എന്നൊക്കെയുള്ള അർത്ഥം വരുന്ന വേർഡാണ് എഡ്യൂസിയർ എന്ന് പറയുന്നത്. അതായത് ഒരു കുട്ടിക്കുള്ളിലെ തന്നെ ഒളിഞ്ഞിരിക്കുന്ന കഴിവുകളെ എന്താണ് പുറത്തു കൊണ്ടുവരുന്ന ഒരു പ്രക്രിയയാണ് എഡ്യൂസിയർ എന്ന് പറയുന്നത്. മൂന്നാമത്തെ വേർഡ് എന്തായിരുന്നു? എഡ്യൂക്കാറ്റം. പഠിപ്പിക്കുക അല്ലെങ്കിൽ പരിശീലിപ്പിക്കുക. ടു ട്രെയിൻ ഓർ ആക്ട് ഓഫ് ടീച്ചിങ്. അപ്പോൾ ഇവ 3 ആ ലാറ്റിൻ വേർഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഓവറോൾ എഡ്യൂക്കേഷൻ എന്താണെന്നുള്ള ഒരു കോൺസെപ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, എഡ്യൂക്കേഷൻ ഈസ് നോട്ട് മിയർലി ദ അക്യുമുലേഷൻ ഓഫ് ഇൻഫോർമേഷൻ. വിദ്യാഭ്യാസം എന്നത് വെറും ഒരു അറിവ് സമ്പാദിക്കൽ മാത്രമല്ല.
It is a lifelong, dynamic, and purposeful process that involves the harmonious development of an individual's physical, mental, social, and spiritual powers. ഒരു വ്യക്തിയുടെ ശാരീരികം, മാനസികം, സാമൂഹികവും ആത്മീയവുമായിട്ടുള്ള കഴിവുകളുടെ ഒരു സമഗ്രമായിട്ടുള്ള വികാസത്തിനെയാണ്, ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഒരു ലൈഫ് ലോങ് പ്രോസസ്സിനെയാണ് ഈ ഒരു നിരന്തര പ്രക്രിയയാണ് എന്തെന്ന് പറയുന്നത്, എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്? വെറും ഒരു അറിവ് സമ്പാദിക്കൽ മാത്രമല്ല, ഒരു കുട്ടിയുടെ ശാരീരികവും മാനസികവും സാമൂഹികവും ആത്മീയവുമായിട്ടുള്ള കഴിവുകളെയൊക്കെ എന്ത് ചെയ്യുക, വികസിപ്പിക്കുക. ഇത് ജീവിതകാലം മുഴുവൻ നിൽക്കുന്ന ഒരു പ്രോസസ്സാണ്, നിരന്തരമായിട്ടുള്ളൊരു പ്രക്രിയയാണ്. അപ്പോൾ ഇതാണ് മീനിങ് ആൻഡ് കോൺസെപ്റ്റ് ഓഫ് എഡ്യൂക്കേഷനിൽ നമ്മൾ പ്രധാനമായിട്ടും പഠിച്ചു വെക്കേണ്ട പോയിൻറ്റ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്, ഒരു ഏരിയയാണ് ജനറൽ എയിംസ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. വിദ്യാഭ്യാസത്തിൻ്റെ പൊതു ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്, അതാണ് നമുക്കിനി അടുത്ത് നോക്കേണ്ടത്. എഡ്യൂക്കേഷൻ എയിംസ് ടു ട്രാൻസ്ഫോം ആൻ ഇൻഡിവിജ്വൽ ഇൻ ടു എ ബാലൻസ്ഡ്, പ്രൊഡക്റ്റീവ് ആൻഡ് ഫുൾഫിൽഡ് ഹ്യൂമൻ ബീങ്. ഒരു വ്യക്തിയെ ഒരു മികച്ച മനുഷ്യനാക്കി മാറ്റുക എന്നതാണ്, എല്ലാ അർത്ഥത്തിലും അവനെ ഒരു മികച്ച മനുഷ്യനാക്കി മാറ്റുക എന്നതാണ് വിദ്യാഭ്യാസത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് ആ എയിംസ് എന്ന് നമുക്കിനി നോക്കാം. ഒന്നാമത്തെ എയിം എന്ന് പറയുന്നത് ഓൾ റൗണ്ട് ഡെവലപ്മെൻറ്റ്, സമഗ്രമായിട്ടുള്ള വികാസം. ഡെവലപ്പിംഗ് ദ ഫിസിക്കൽ, മെൻ്റൽ, മോറൽ, എസ്തെറ്റിക് ഫാക്കൽറ്റീസ് ഓഫ് ദി ലേണർ. അപ്പോൾ ഓൾ റൗണ്ട് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ സമഗ്ര വികാസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കുട്ടിയുടെ ശാരീരികവുമായിട്ടുള്ളതും മാനസികമായിട്ടുള്ളതും ധാർമ്മികവും സൗന്ദര്യാത്മകവുമായിട്ടുള്ള കഴിവുകളെ വളർത്തുക എന്നുള്ളതാണ് ഓൾ റൗണ്ട് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു വിദ്യാഭ്യാസത്തിൻ്റെ, എഡ്യൂക്കേഷൻ്റെ പൊതുവായിട്ടുള്ള ഒരു ഒന്നാമത്തെ ലക്ഷ്യമെന്ന് പറയുന്നത് എന്താണ്? ഓൾ റൗണ്ട് ഡെവലപ്മെൻറ്റാണ്. കുട്ടിയെ എല്ലാ തലത്തിലും ശാരീരികവും മാനസികവും ധാർമ്മികവും സൗന്ദര്യാത്മകവുമായിട്ടുള്ള നിലയിലെല്ലാം എന്ത് ചെയ്യുക? അവൻ്റെ കഴിവുകളെ വളർത്തുക. അതാണ് സമഗ്ര വികാസം എന്ന് പറയുന്നത്. ഇനി അടുത്ത ലക്ഷ്യമെന്ന് പറയുന്നത് ക്യാരക്ടർ ബിൽഡിംഗ് ആണ്, സ്വഭാവ രൂപീകരണം. ഇൻസ്റ്റില്ലിംഗ് മോറൽ വാല്യൂസ്, എത്തിക്സ് ആൻഡ് സെൽഫ് ഡിസിപ്ലിൻ. കുട്ടിയിൽ ധാർമ്മിക മൂല്യങ്ങളും അച്ചടക്കവും ഒക്കെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് അടുത്ത എഡ്യൂക്കേഷൻ്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമെന്ന് പറയുന്നത്. കുട്ടിയിൽ ക്യാരക്ടർ, നല്ലൊരു വ്യക്തിത്വത്തെ രൂപപ്പെടുത്തിയെടുക്കുക. അവനിൽ മൂല്യങ്ങൾ, ധാർമ്മിക മൂല്യങ്ങളും സെൽഫ് ഡിസിപ്ലിൻ, അച്ചടക്കവും വളർത്തിയെടുക്കുക. മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണം എന്നുള്ളതും എന്തൊക്കെ ധാർമ്മിക മൂല്യങ്ങളാണുള്ളതെന്നും അത് നമ്മളെങ്ങനെ സമൂഹത്തിൽ അപ്ലൈ ചെയ്യണമെന്നുള്ളതും ഒക്കെ അവൻ ഇതിലൂടെ പഠിക്കുന്നു. അങ്ങനെ അവൻ നല്ലൊരു വ്യക്തിത്വമായി, നല്ലൊരു വ്യക്തിയായി വളർന്നു വരിക. അപ്പോൾ അതാണ് അടുത്ത പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത്, ക്യാരക്ടർ ബിൽഡിംഗ്. ഇനി മൂന്നാമത്തെ ഒബ്ജക്റ്റീവ് വൊക്കേഷണൽ എഫിഷ്യൻസി, തൊഴിൽ നൈപുണ്യം ഉണ്ടാക്കിയെടുക്കുക. enabling individuals to earn a livelihood and contribute economically to society. സ്വന്തം കാലിൽ നിൽക്കാനും സമൂഹത്തിന് സംഭാവന നൽകാനും കുട്ടികളെ പ്രാപ്തരാക്കിയെടുക്കുക. അതാണ് വൊക്കേഷണൽ ട്രെയിനിങ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വൊക്കേഷണൽ എഫിഷ്യൻസി എന്ന് പറയുന്നത്. നമ്മൾ സ്വയം പ്രാപ്തരാകുക. അതിനെന്താണ് വേണ്ടത്? തൊഴിൽ നൈപുണ്യം. സ്വന്തം കാലിൽ നിൽക്കാൻ, മറ്റുള്ളവരെ ഒന്നും ഡിപ്പെൻഡ് ചെയ്യാതെ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ചെയ്യണം. കുട്ടികൾ കുട്ടികളുടെ കാര്യം ചെയ്യാൻ എന്ത് ചെയ്യണം? സ്വന്തം കാലിൽ നിൽക്കണമല്ലേ? അതിനു വേണ്ടി അവരൊരു തൊഴിൽ സമ്പാദിക്കുക അല്ലേ? അപ്പോൾ അത് മാത്രമാണോ? സ്വന്തം കാര്യം മാത്രം നോക്കാനല്ല, സമൂഹത്തിന് സംഭാവന നൽകാനും അവരെ പ്രാപ്തരാക്കിയെടുക്കുക. ഇതാണ് അടുത്ത ലക്ഷ്യമെന്ന് പറയുന്നത്, വൊക്കേഷണൽ എഫിഷ്യൻസി. ഇനി അടുത്ത എയിമാണ് സിറ്റിസൺഷിപ്പ് ട്രെയിനിങ്, അതായത് പൗരബോധം അവരിൽ വളർത്തിയെടുക്കുക. ഡെവലപ്പിംഗ് ഡെമോക്രാറ്റിക് വാല്യൂസ്, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് പാട്രിയോട്ടിസം. കുട്ടികളിൽ ജനാധിപത്യ മൂല്യങ്ങൾ, അതുപോലെ സാമൂഹിക ഉത്തരവാദിത്വങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ ദേശസ്നേഹം എന്നിവ വളർത്തിയെടുക്കുക. അവരെ പൗരബോധമുള്ള വ്യക്തികളാക്കി വളർത്തിയെടുക്കുക. അതാണ് അടുത്ത എഡ്യൂക്കേഷൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. അപ്പോൾ ഇനി അടുത്ത ലക്ഷ്യം എന്താണെന്ന് നോക്കാം.
അടുത്തത് എന്താണ്? സെൽഫ് റിയലൈസേഷൻ, ഹെൽപ്പിംഗ് ദ ഇൻഡിവിജ്വൽ അണ്ടർസ്റ്റാൻഡ് ദെയർ ട്രൂ പൊട്ടൻഷ്യൽ ആൻഡ് പർപ്പസ് ഇൻ ലൈഫ്. എന്താണ്? വ്യക്തികൾ എന്താണ്? സ്വന്തം കഴിവുകളെ തിരിച്ചറിയാനും അവരുടെ ജീവിത ലക്ഷ്യം കണ്ടെത്താനുമായിട്ട് സഹായിക്കുക. അതാണ് സെൽഫ് റിയലൈസേഷൻ അല്ലെങ്കിൽ ആത്മസാക്ഷാത്കാരം എന്നൊക്കെ നമുക്ക് പറയാം. എന്താണ്? സ്വന്തം കഴിവുകളെ അവനുള്ളിൽ ചിലപ്പോൾ എന്താണ് ഒരുപാട് കഴിവുകൾ ഉണ്ടായിരിക്കും, പക്ഷെ അവനത് എന്ത് ചെയ്യാൻ പറ്റില്ല, ചിലപ്പോൾ തിരിച്ചറിയാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ എന്താണ്? എഡ്യൂക്കേഷനിലൂടെ അതെന്ത് ചെയ്യുന്നു? സഹായിക്കുന്നു. എഡ്യൂക്കേഷനിലൂടെ അവൻ സ്വന്തം കഴിവുകളെ തിരിച്ചറിയാനും തൻ്റെ ജീവിത ലക്ഷ്യം എന്താണെന്ന് കണ്ടെത്താനുമായിട്ട് അവനെ സഹായിക്കുന്നു. അപ്പോൾ എഡ്യൂക്കേഷൻ്റെ അടുത്ത എയിം എന്ന് പറയുന്നതാണ് സെൽഫ് റിയലൈസേഷൻ. ഇനി ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് സോഷ്യലൈസേഷൻ, എനേബിളിംഗ് ദ ഇൻഡിവിജ്വൽ ടു അഡ്ജസ്റ്റ് ആൻഡ് കോൺട്രിബ്യൂട്ട് എഫക്റ്റീവ്ലി ടു സൊസൈറ്റി. സോഷ്യലൈസേഷൻ അല്ലെ, സാമൂഹ്യവൽക്കരണം. സമൂഹവുമായിട്ട് എന്താണ് ഒരു വ്യക്തി ഇണങ്ങി ജീവിക്കാനും സമൂഹത്തിന് ഗുണകരമായ രീതിയിൽ പ്രവർത്തിക്കാനുമായിട്ട് പരിശീലിപ്പിക്കുക. എന്താണ്? സമൂഹത്തിന് നമ്മളെന്താണ് ഒരു കുട്ടിയെ വളർത്തുമ്പോഴത്തേക്കും അവൻ സമൂഹത്തിലൊക്കെയാണ് ഇനി പോകുന്നത്. അപ്പോൾ അവിടെ എന്താണ് അവൻ എങ്ങനെ അവിടെ ജീവിക്കണം, അവൻ മാത്രമല്ല അല്ലെങ്കിൽ അവൾ മാത്രമല്ല അവിടെ ഉള്ളതല്ലേ, വേറെയും വ്യക്തിത്വങ്ങളുണ്ട്. അപ്പോൾ ഒരു സമൂഹത്തിലായിരിക്കുമ്പോൾ ആ സമൂഹവുമായിട്ട് എങ്ങനെ ഇണങ്ങി ജീവിക്കണം എന്നുള്ളതും സമൂഹത്തിന് ഗുണകരമായ രീതിയിൽ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടതെന്നും സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്നും ഒക്കെയും എന്ത് ചെയ്യുക? പരിശീലിപ്പിക്കുക. അതാണ് അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത്, സോഷ്യലൈസേഷൻ. അപ്പോൾ പ്രധാനമായിട്ടും പൊതുവായിട്ടുള്ള ലക്ഷ്യങ്ങൾ, ജനറൽ എയിംസ് എഡ്യൂക്കേഷൻ്റെ ഇത്രയൊക്കെയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് പ്രധാനമായിട്ടും നോക്കിപ്പോകേണ്ട ജനറൽ എയിംസ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത് നോക്കേണ്ടത് ഇമ്പോർട്ടൻറ്റ് ഡെഫിനിഷൻസ് ആണ്. പ്രധാനപ്പെട്ട ഡെഫിനിഷൻ, നിർവചനങ്ങൾ എന്തൊക്കെയാണെന്നാണ്. എഡ്യൂക്കേഷനെ കുറിച്ചിട്ട് പല തിങ്കേഴ്സും പല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ അവയിലെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെഫിനിഷൻസ് എന്തൊക്കെയാണെന്നാണ് നോക്കേണ്ടത്. തിങ്കേഴ്സ് ഹാവ് ഡിഫൈൻഡ് എഡ്യൂക്കേഷൻ ഫ്രം വേരിയസ് പെർസ്പെക്റ്റീവ്സ് അല്ലേ. വിദ്യാഭ്യാസത്തെ പല ചിന്തകരും വിവിധ രീതിയിലാണ് നിർവചിച്ചിട്ടുള്ളത്. പലർക്കും പല അഭിപ്രായം, പലരുടെയും പോയിൻ്റ് ഓഫ് വ്യൂവിൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് പല രീതിയിലാണ് അവരെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട കുറച്ച് തിങ്കേഴ്സ് പറഞ്ഞിട്ടുള്ള ഡെഫിനിഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേത് സ്വാമി വിവേകാനന്ദ പറഞ്ഞിട്ടുള്ള ഒരു ഡെഫിനിഷനാണ്. എഡ്യൂക്കേഷൻ ഈസ് ദ മാനിഫെസ്റ്റേഷൻ ഓഫ് ദി പെർഫെക്ഷൻ ഓൾറെഡി ഇൻ മാൻ. അപ്പോൾ എന്താണ് സ്വാമി വിവേകാനന്ദൻ എഡ്യൂക്കേഷനെ കുറിച്ച് പറഞ്ഞത്? എഡ്യൂക്കേഷൻ ഈസ് ദ മാനിഫെസ്റ്റേഷൻ ഓഫ് ദി പെർഫെക്ഷൻ ഓൾറെഡി ഇൻ മാൻ. മനുഷ്യനിൽ ഇതിനോടകം തന്നെ കുടികൊള്ളുന്ന ഒരു പൂർണ്ണതയുടെ പ്രകടനമാണ് വിദ്യാഭ്യാസം എന്നാണ് പറയുന്നത്. അതായത് മനുഷ്യനിൽ ഓൾറെഡി ഉണ്ട്, വിദ്യാഭ്യാസം മനുഷ്യനിൽ ഓൾറെഡി ഉണ്ട്. മനുഷ്യൻ്റെ ഉള്ളിലാണ്. അതിനെ അവൻ പുറത്ത് പ്രകടിപ്പിക്കുന്ന ആ ഒരു കംപ്ലീറ്റ് ആയിട്ട് അവൻ പ്രകടിപ്പിക്കുന്ന ഒന്നിനെയാണ് എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം എന്നാണ് സ്വാമി വിവേകാനന്ദ അഭിപ്രായപ്പെട്ടത്. അടുത്തത് മഹാത്മാഗാന്ധിജി പറഞ്ഞിട്ടുള്ള ഒരു ഡെഫിനിഷനാണ്. ബൈ എഡ്യൂക്കേഷൻ ഐ മീൻ ആൻ ഓൾ റൗണ്ട് ഡ്രോയിങ് ഔട്ട് ഓഫ് ദി ബെസ്റ്റ് ഇൻ ചൈൽഡ് ആൻഡ് മാൻ, ബോഡി, മൈൻഡ് ആൻഡ് സ്പിരിറ്റ്. ശരീരം, മനസ്സ്, ആത്മാവ് എന്നീ തലങ്ങളിൽ കുട്ടിയുടെയും മനുഷ്യൻ്റെയും ഉള്ളിലുള്ള ഏറ്റവും മികച്ചതിനെ പുറത്തു കൊണ്ടുവരുന്നതിനെയാണ് ഞാൻ വിദ്യാഭ്യാസം എന്ന് വിളിക്കുന്നത് എന്നാണ് ആരഭിപ്രായപ്പെട്ടത്? മഹാത്മാഗാന്ധിജി അഭിപ്രായപ്പെട്ടത്. അപ്പോൾ ബൈ എഡ്യൂക്കേഷൻ ഐ മീൻ ആൻ ഓൾ റൗണ്ട് ഡ്രോയിങ് ഔട്ട് ഓഫ് ദി ബെസ്റ്റ് ഇൻ ചൈൽഡ് ആൻഡ് മാൻ, ബോഡി, മൈൻഡ് ആൻഡ് സ്പിരിറ്റ്. ഇനി അടുത്ത അരിസ്റ്റോട്ടിൽ പറഞ്ഞൊരു ഡെഫിനിഷനാണ്. എഡ്യൂക്കേഷൻ ഈസ് ദ ക്രിയേഷൻ ഓഫ് എ സൗണ്ട് മൈൻഡ് ഇൻ എ സൗണ്ട് ബോഡി. അരിസ്റ്റോട്ടിൽ പറഞ്ഞത് ആരോഗ്യമുള്ള ശരീരത്തിൽ ആരോഗ്യമുള്ള ഒരു മനസ്സിനെ സൃഷ്ടിക്കുന്നതാണ് വിദ്യാഭ്യാസം എന്നാണ് അരിസ്റ്റോട്ടിൽ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. ആരോഗ്യമുള്ള ശരീരത്തിൽ ആരോഗ്യമുള്ള മനസ്സിനെ സൃഷ്ടിക്കുന്നതാണ് വിദ്യാഭ്യാസം. എഡ്യൂക്കേഷൻ ഈസ് ദ ക്രിയേഷൻ ഓഫ് എ സൗണ്ട് മൈൻഡ് ഇൻ എ സൗണ്ട് ബോഡി. ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ജോൺ ഡ്യൂയി പറഞ്ഞിട്ടുള്ളതാണ്. എഡ്യൂക്കേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ലിവിങ് ത്രൂ എ കണ്ടിന്യൂസ് റീകൺസ്ട്രക്ഷൻ ഓഫ് എക്സ്പീരിയൻസസ്. ജോൺ ഡ്യൂയി അഭിപ്രായപ്പെട്ടത്? അനുഭവങ്ങളെ തുടർച്ചയായി പുനർനിർമ്മിച്ചുകൊണ്ട് ജീവിക്കുന്ന പ്രക്രിയയാണ് വിദ്യാഭ്യാസം. എക്സ്പീരിയൻസിനെ തുടർച്ചയായിട്ട് റീകൺസ്ട്രക്റ്റ് ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് എന്തെന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചത്? എഡ്യൂക്കേഷൻ എന്ന് വിശേഷിപ്പിച്ചത്.
അപ്പോൾ എല്ലാവരുടെയും ഞാൻ എടുത്തിട്ടില്ല, പ്രധാനപ്പെട്ട ചില തിങ്കേഴ്സ് പറഞ്ഞിട്ടുള്ള ഡെഫിനിഷൻസാണ് ഇത്. അപ്പോൾ മെയിനായിട്ടും ഇതൊക്കെ പഠിച്ചുകൊണ്ട് നിങ്ങൾ പോവുക. പിന്നെ നമ്മൾ എക്സാംസിനൊക്കെ എഡ്യൂക്കേഷനുമായിട്ട് റിലേറ്റഡ് ചെയ്തിട്ടുള്ള ഈ ഒരു പോർഷനിൽ നിന്നൊക്കെ ചോദിക്കുന്ന ഒരു എസ്സേക്കൊക്കെ ആയിരുന്നാലും നിങ്ങൾക്ക് എന്താണ് ഒരു ഡെഫിനിഷനോടുകൂടി എഡ്യൂക്കേഷനെക്കുറിച്ച് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന് എന്താണ് ചില എസ്സേസൊക്കെ ചോദിക്കുമല്ലോ, അപ്പോൾ അതിന് നിങ്ങൾക്ക് എന്താണ് ഈ ഡെഫിനിഷൻസൊക്കെ നിങ്ങൾക്ക് ഇടയ്ക്കൊക്കെ നിങ്ങൾക്കൊന്ന് ആഡ് ചെയ്ത് പോകാം. ഇങ്ങനെയാണ് ഇന്ന തിങ്കേഴ്സൊക്കെ പറഞ്ഞിട്ടുള്ളത്, ഇങ്ങനെയാണ് അവരൊക്കെ അഭിപ്രായപ്പെട്ടിട്ടുള്ളത് എന്ന് നിങ്ങൾക്ക് പറയാം. പക്ഷേ നമ്മൾ എപ്പോഴും ഡെഫിനിഷൻസ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നമ്മളൊരാൾ പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരു ഡെഫിനിഷനാണ് എഴുതുന്നത് അല്ലേ. ഒരാൾ ഓൾറെഡി ഡിഫൈൻ ചെയ്ത കാര്യമാണ് നമ്മൾ എഴുതാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ എഴുതുന്ന സമയത്ത് ആ വ്യക്തി എന്താണോ പറഞ്ഞത് അത് തന്നെ നമ്മളവിടെ എഴുതണം. എസ്പെഷ്യലി നമ്മൾ ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ അവർ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇംഗ്ലീഷിലാണല്ലോ, അപ്പോൾ അവരെങ്ങനെയാണോ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ കൊട്ടേഷൻ മാർക്കൊക്കെ ഇട്ട് അങ്ങനെ തന്നെ എഴുതണം. അതിൽ നമുക്കൊരു ചേഞ്ചസും വരുത്താൻ പാടില്ല, കാരണം അത് അവർ പറഞ്ഞ അഭിപ്രായമാണല്ലേ. അതുകൊണ്ടാണ് നമ്മൾ കൊട്ടേഷൻ മാർക്കൊക്കെ ഇട്ട് അങ്ങനെ എഴുതുന്നത്. അപ്പോൾ അത് എപ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഡെഫിനിഷൻസ് എഴുതുമ്പോൾ അവർ പറഞ്ഞത് തന്നെ നമ്മൾ എഴുതണം. അപ്പോൾ ഇങ്ങനെയുള്ള ഡെഫിനിഷൻസൊക്കെ ഇടയ്ക്ക് എന്ത് ചെയ്യുക, ഈ എഡ്യൂക്കേഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസൊക്കെ വരുമ്പോൾ എഴുതുന്നത് വളരെ നല്ലതാണ്. നിങ്ങൾക്ക് മാർക്സൊക്കെ സ്കോർ ചെയ്യാനായിട്ട് സഹായിക്കും. എഴുതി എന്ത് ചെയ്യുക, ഒന്ന് മാർക്കൊക്കെ ചെയ്ത് ഒന്ന് അണ്ടർലൈനൊക്കെ ചെയ്ത് ഒന്ന് വെച്ചിരുന്നാൽ അത് ഒരു അട്രാക്റ്റീവായിട്ടുള്ളൊരു കാര്യമായിരിക്കും. അത് നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ അറിയാമല്ലോ എന്തൊക്കെ നമുക്കതിനകത്ത് ഉൾപ്പെടുത്തിയാൽ നമുക്ക് മാർക്ക് കിട്ടുമെന്നുള്ളത്. ഇപ്പോൾ ആലോചിച്ചിട്ട് നമുക്കറിയാവുന്ന 1-2 ഡെഫിനിഷൻസൊക്കെ നമുക്കിങ്ങനെ എഴുതാനായിട്ട് കഴിയും. അപ്പോൾ പ്രധാനമായിട്ടും ഇത്രയാണ് ഈ 3 ടോപ്പിക്സിലും നമ്മൾ പ്രധാനമായിട്ട് നോക്കി വെക്കേണ്ട പോയിൻറ്റ്സ് എന്ന് പറയുന്നത് ഇത്രയൊക്കെയാണ്. ഇതിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇലാബറേറ്റ് ചെയ്ത് എഴുതാം. ഇതൊക്കെയാണ് മെയിൻ പോയിൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് പഠിച്ചത്? മീനിങ് ആൻഡ് കോൺസെപ്റ്റ് ഓഫ് എഡ്യൂക്കേഷൻ, ജനറൽ എയിംസ് ഓഫ് എഡ്യൂക്കേഷൻ, പിന്നെ ലാസ്റ്റ് എന്താണ് ഇമ്പോർട്ടൻറ്റ് ഡെഫിനിഷൻസ് ഓഫ് എഡ്യൂക്കേഷൻ അല്ലേ. അപ്പോൾ ഫസ്റ്റ് എന്തായിരുന്നു മീനിങ് ആൻഡ് കോൺസെപ്റ്റ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്? എഡ്യൂക്കേഷൻ ഡിറൈവ് ചെയ്തിട്ടുള്ളത് ലാറ്റിൻ വേർഡ്സിൽ നിന്നാണല്ലേ. അപ്പോൾ ഏതൊക്കെയായിരുന്നു എഡ്യൂക്കേഷൻ എന്ന വേർഡ് ഡിറൈവ് ചെയ്ത് വന്നിട്ടുള്ളത്? ഏതൊക്കെ വേർഡ്സിൽ നിന്നായിരുന്നു? എഡ്യൂക്കെയർ എന്ന് പറയുന്നത് ടു ബ്രിങ് അപ്പ്, നറിഷ് ഓർ റേസ്. പിന്നെ എന്താണ് എഡ്യൂസിയർ, ടു ബ്രിങ് ഔട്ട്, ടു ലെഡ് ഔട്ട്, ടു ഡ്രോ ഫോർത്ത്. അതുപോലെ എഡ്യൂക്കാറ്റം, ടു ട്രെയിൻ ഓർ ആക്ട് ഓഫ് ടീച്ചിങ്. ഈ പറയുന്ന വേർഡ്സിൽ നിന്നൊക്കെയാണ്, ലാറ്റിൻ വേർഡ്സിൽ നിന്നൊക്കെയാണ് ഏത് വേർഡ് ഉണ്ടായത്? എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന വേർഡ് ഉണ്ടായത്. അപ്പോൾ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? വെറും ഒരു അറിവ് സമ്പാദിക്കൽ മാത്രമല്ല അല്ലേ. എന്താണ്? ഇറ്റ്സ് നോട്ട് മിയർലി അക്യുമുലേഷൻ ഓഫ് ഇൻഫോർമേഷൻ. പിന്നെ എന്താണ്? ഇതൊരു ലൈഫ് ലോങ് പ്രോസസ്സാണ്. ഒരു വ്യക്തിയുടെ ശാരീരികവും മാനസികവും സാമൂഹികവും ആത്മീയവുമായിട്ടുള്ള ആ ഒരു എബിലിറ്റീസിൻ്റെ ഒക്കെ സമഗ്രമായിട്ടുള്ള ഒരു വികാസത്തിനെയാണ്, ജീവിതകാലം മുഴുവനുള്ള ഒരു നിരന്തരമായ നീണ്ടു നിൽക്കുന്ന ഒരു പ്രക്രിയയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മൾ നോക്കിയത് എന്തായിരുന്നു? ജനറൽ എയിംസ് ഓഫ് എഡ്യൂക്കേഷൻ അല്ലേ. പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഓൾ റൗണ്ട് ഡെവലപ്മെൻറ്റ് അല്ലേ. ഒരു സമഗ്രമായിട്ടുള്ള വികസനം, കുട്ടിയുടെ ഫിസിക്കൽ, മെൻ്റൽ, മോറൽ, എസ്തെറ്റിക് ആയിട്ടുള്ള എല്ലാ കഴിവുകളെ എന്ത് ചെയ്യുക, എല്ലാ മേഖലകളിലുമുള്ള സമഗ്രമായിട്ടുള്ള വികാസത്തെയാണ് എന്തെന്ന് പറയുന്നത്? ഓൾ റൗണ്ട് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. അടുത്തൊരു എയിം എന്തായിരുന്നു? ക്യാരക്ടർ ബിൽഡിംഗ് അല്ലേ, സ്വഭാവ രൂപീകരണം. കുട്ടികളിൽ എന്താണ് മോറൽ വാല്യൂസും എത്തിക്സും സെൽഫ് ഡിസിപ്ലിൻസും ഒക്കെ വളർത്തിയെടുക്കുക എന്നുള്ളതായിരുന്നു ക്യാരക്ടർ ബിൽഡിംഗ് എന്ന എയിം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ എന്തായിരുന്നു? വൊക്കേഷണൽ എഫിഷ്യൻസി. എന്താണ്? കുട്ടികൾ സ്വന്തം കാലിൽ നിൽക്കാനും അതുപോലെ തന്നെ സമൂഹത്തിന് എന്ത് ചെയ്യുക, അവൻ സംഭാവന നൽകാനും അവരെ പ്രാപ്തരാക്കിയെടുക്കുക. അതാണ് എന്താ വൊക്കേഷണൽ എഫിഷ്യൻസി എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്തായിരുന്നു? സിറ്റിസൺഷിപ്പ് ട്രെയിനിങ് അല്ലേ. ജനാധിപത്യ മൂല്യങ്ങളും സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസും അതുപോലെ ദേശസ്നേഹവും ഒക്കെ കുട്ടികളിൽ വളർത്തിയെടുക്കുക. അതാണ് അടുത്ത പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത്. പിന്നെയുള്ളത് സെൽഫ് റിയലൈസേഷൻ, ആത്മസാക്ഷാത്കാരം. സ്വന്തം കഴിവുകളെ കുട്ടികൾ എന്ത് ചെയ്യുക, വ്യക്തി അല്ലെങ്കിൽ കുട്ടി എന്ത് ചെയ്യുക, തിരിച്ചറിയുക. അതുമാത്രമല്ല തൻ്റെ ജീവിത ലക്ഷ്യം എന്താണെന്ന് കണ്ടെത്താനും
സഹായിക്കുക. ലാസ്റ്റ് വൺ എന്താണ്? സോഷ്യലൈസേഷൻ. ഒരു ഇൻഡിവിജ്വൽ അല്ലെ ഒരു വ്യക്തി സമൂഹവുമായിട്ട് ഇണങ്ങി ജീവിക്കാനും സമൂഹത്തിന് ഗുണകരമായ രീതിയിൽ പ്രവർത്തിക്കാനും അവനെ പ്രാപ്തരാക്കുക അല്ലെങ്കിൽ പരിശീലിപ്പിക്കുക. ഇതാണ് സോഷ്യലൈസേഷൻ. ഇതാണ് ലാസ്റ്റ് നമ്മൾ പറഞ്ഞു നിർത്തിയ ജനറൽ എയിം എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മൾ നോക്കിയത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെഫിനിഷൻസ് ആയിരുന്നു. നമ്മൾ ഒരു 4 പേരുടെ ഡെഫിനിഷൻസ് ആണ് നോക്കിയത്. അതിലൊന്നാമത് സ്വാമി വിവേകാനന്ദ പറഞ്ഞ എഡ്യൂക്കേഷൻ ഈസ് ദ മാനിഫെസ്റ്റേഷൻ ഓഫ് ദി പെർഫെക്ഷൻ ഓൾറെഡി ഇൻ മാൻ, അല്ലേ? മനുഷ്യനെ ഇതിനോടകം തന്നെ ഉൾക്കൊള്ളുന്ന ആ ഒരു പൂർണ്ണതയുടെ പ്രകടനത്തെയാണ് എന്തെന്ന് പറയുന്നത്? വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അതുപോലെ മഹാത്മാഗാന്ധി പറഞ്ഞ ബൈ എഡ്യൂക്കേഷൻ ഐ മീൻ an all-round drawing out of the best in child and man, body, mind and spirit. എന്താണ്? ശരീരം, മനസ്സ്, ആത്മാവ് എന്നീ തലങ്ങളിൽ കുട്ടിയുടെയും മനുഷ്യൻ്റെയും ഉള്ളിലുള്ള ഏറ്റവും മികച്ചതിനെ പുറത്തു കൊണ്ടുവരുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ഞാൻ വിദ്യാഭ്യാസം എന്ന് വിളിക്കുന്നത്. പിന്നെ അരിസ്റ്റോട്ടിൽ എന്താ പറഞ്ഞത്? എഡ്യൂക്കേഷൻ ഈസ് ദ ക്രിയേഷൻ ഓഫ് എ സൗണ്ട് മൈൻഡ് ഇൻ എ സൗണ്ട് ബോഡി. ആരോഗ്യമുള്ള ശരീരത്തിൽ ആരോഗ്യമുള്ള മനസ്സിനെ സൃഷ്ടിക്കുന്നതാണ് വിദ്യാഭ്യാസം എന്നാണ് അരിസ്റ്റോട്ടിൽ അഭിപ്രായപ്പെട്ടത്. ജോൺ ഡ്യൂയി എന്താ പറഞ്ഞത്? എഡ്യൂക്കേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ലിവിങ് ത്രൂ എ കണ്ടിന്യൂസ് റീകൺസ്ട്രക്ഷൻ ഓഫ് എക്സ്പീരിയൻസസ്. അനുഭവങ്ങളെ തുടർച്ചയായി പുനർനിർമ്മിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു പ്രക്രിയയാണ് എന്തെന്ന് പറയുന്നത്? വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് പ്രധാനമായിട്ടും ഈ ഒരു 3 ടോപ്പിക്സിലും നമ്മൾ നോക്കി പോകേണ്ടുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്. ഈ കോർ പോയിൻറ്റ്സ് ഒക്കെ നോക്കി നമുക്ക് എന്ത് ചെയ്യുക? ഇതിനെ ഡെവലപ്പ് ചെയ്ത് എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ടോപ്പിക്സ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.